സിനിമയിൽ ഷിറ്റും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കി കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് ഷിറ്റ് തന്നെയാണ് പറയുള്ളൂ, വേറൊന്നും പറയില്ലല്ലോ. സുഹൃത്തുക്കളെ, സുരേഷ് ചേട്ടൻ ഈ അടുത്ത സമയത്ത് നടത്തിയ ഏറ്റവും വിവാദമായ ഒരു പ്രതികരണമായിരുന്നു ഉന്നത കുലജാതിയിൽപ്പെട്ട ആൾക്കാരുമായി താരതമ്യം ചെയ്തുള്ള സംസാരം. അത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം വെച്ചു. അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന പല ആൾക്കാരും അദ്ദേഹത്തെ വെറുത്തു തുടങ്ങി. എസ്പെഷ്യലി തൃശ്ശൂരിലെ ജനങ്ങൾ, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജനിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങി. ഈ ഉന്നത കുല വിവാദ പരാമർശത്തിന് ശേഷം അവിടെയുള്ള ഒരു ചാനൽ അവിടെയുള്ള തൃശ്ശൂരിലെ ജനങ്ങളുമായി ഒരു ക്യാമ്പയിൻ നടത്തി. എന്താണ് ജനങ്ങളുടെ പ്രതികരണം എന്നറിയാൻ. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് അത് വഴി വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരാളായി ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ MP സുരേഷ് ചേട്ടൻ മാറിയിരിക്കുകയാണ്. ഒരു നാക്ക് വരുത്തി വെച്ച വിന. സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് കുറച്ചധികമായി. എന്താണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും മാറുന്നില്ല എന്നാണോ? അല്ല, പ്രതികരിക്കാനായിട്ട് ആ മനുഷ്യന് ഇലക്ഷന് മുമ്പുണ്ടായ ആളല്ല ഇപ്പൊ അഹങ്കാരം. സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രിയായി ഇരിക്കുകയാണ്, കുറച്ചധികമായി കേന്ദ്രമന്ത്രിയായിട്ട്. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ ഭരണം? എങ്ങനെയുണ്ട്? കേന്ദ്രമന്ത്രി ആളെ യോഗ്യത ഇല്ലാത്ത ആളാണോ? വെറുതെ സിനിമയിൽ ഷിറ്റും പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കി കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് ഷിറ്റ് തന്നെയാണ് പറയുള്ളൂ, വേറൊന്നും പറയില്ലല്ലോ. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് കുറച്ചധികമായി. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? പറഞ്ഞ അത്രയും കേറിട്ട് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. പുള്ളി കുറച്ചുകൂടെ ചില സമയത്ത് പറയുന്നത് വാവിട്ട് പറയുന്നത് തോന്നുന്നു. ജാതി വർഗീയത എങ്കിലും പുള്ളി നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് പുള്ളി, പക്ഷെ അത്ര പെർഫോമൻസ് ചെയ്യുന്നില്ല. വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു വന്നത്. കേരള സംബന്ധിച്ചാലും പുള്ളി സിനിമയിൽ അഭിനയിക്കണം, അത്ര വോട്ടോട് ചെയ്യിപ്പിച്ചല്ലോ. സിനിമ അഭിനയിക്കണം, അതാണ് മെയിൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വേണ്ടി നമ്മുടെ കേരളത്തിന് വേണ്ടി പറയാനുള്ള ശബ്ദമില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അപ്പൊ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി നമ്മുടെ കേരളത്തിന് വേണ്ടി പറയേണ്ടതല്ലേ. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അടുത്ത് പറയാനും പോകുന്നില്ല. അല്ലാതെ അങ്ങനെ തന്നെയാണ്. കാരണം വന്ന ടോണുകൾ അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ടോണുകൾ അങ്ങനെയാണ്. പല കാര്യത്തിലും കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ അങ്ങനെയല്ല പ്രതീക്ഷിച്ചു. സുരേഷ് ഗോപി എന്ന ഒരാളാകുമ്പോ ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവും ചോദിച്ചാൽ ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അത് സ്വന്തം എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുണ്ടായില്ല. അദ്ദേഹത്തിന്റെ സമൂഹത്തോടൊന്നും ഇല്ലല്ലോ. പ്രതിബദ്ധത നമ്മുടെ കയ്യിൽ ഉണ്ടാവാനാണ് നമ്മൾ ആ സ്ഥാനത്തിരിക്കുന്നത്. പ്രതിബദ്ധത വേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുണ്ടായില്ല. നമ്മളൊക്കെ ഓരോരുത്തരെ കാണുന്നവർക്ക് ഓരോ അഭിപ്രായമുണ്ട്. പക്ഷെ അദ്ദേഹം ആ പറയുന്ന ആരെങ്കിലും ഒരാൾ പറയുന്നത് പോലെ അല്ലല്ലോ. അനുഭവിച്ചറിയാൾ അത് പറയില്ല, അദ്ദേഹത്തെ പറയില്ല. അഭിപ്രായം മോശമാണ്.